ഹലോ ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലോജിക്കൽ സീക്വൻസ് ഓഫ് വേർഡ് ആണ്. അതായത് പദങ്ങളുടെ ക്രമീകരണം റീസണിങ്ങിൽ വരുന്നതാണ് RPF. ഓക്കെ, കഴിഞ്ഞ കുറച്ച് പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ടെലഗ്രാം ചാനലിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പഠിപ്പിച്ച ഈ വീഡിയോ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പരിശീലന ചോദ്യങ്ങൾ ലഭിക്കും. ഓക്കെ, അതിൻ്റെ PDF ഗ്രൂപ്പിനകത്തുണ്ട്. ഓക്കെ, ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് കയറി എന്ത് ചെയ്യുക നോക്കുക. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. താഴെ നൽകിയിരിക്കുന്ന പദങ്ങളെ അവയുടെ വിവിധ ഘട്ടമനുസരിച്ച് ക്രമീകരിക്കുക എന്നതാണ് ചോദ്യം. ഓക്കെ, ഇതിൽ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്ന 1 പരിശോധന, 2 രോഗം, 3 ഡോക്ടർ, 4 ചികിത്സ, 5 സുഖപ്പെടുത്തും. ഓക്കെ, അങ്ങനെ ഈ 5 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഓർഡർ അനുസരിച്ച് കറക്റ്റായിട്ട് യോജിക്കുന്നത് തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് അസുഖവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ എവിടെ പോകണം? ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറെ കാണാൻ പോകണം. ഓക്കെ, അതിന് എന്ത് വരണം? അസുഖം വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാലേ നമുക്ക് എവിടെ പോകാൻ പറ്റത്തുള്ളൂ? ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം വരേണ്ടത് രോഗത്തിൻ്റെ ഓപ്ഷൻ 2. ഓക്കെ, ശരി. ഇനി രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് കാണുന്നത്? ഡോക്ടറെ അല്ലേ? അല്ലാതെ പോലീസുകാരനെയോ എഞ്ചിനീയറിനെയോ ഒന്നും അല്ലല്ലോ. നമ്മൾ കാണുന്നത് ആരാ? ഡോക്ടറിനെ. അപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ആരെ? ഡോക്ടറിനെ. ഡോക്ടർ മൂന്നാമത്തെ ഓപ്ഷനിൽ ഡോക്ടറുണ്ട്. ഓക്കെ, ഡോക്ടർ വന്നു കഴിഞ്ഞാൽ വന്നിട്ട് മേശരി പണിക്ക് പോകാൻ പറയില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യും? പരിശോധിക്കും, ഇല്ലേ? വന്നു കഴിഞ്ഞാൽ ഡോക്ടർ പരിശോധിക്കും. അപ്പോൾ പരിശോധന എന്ന് പറയുന്നത് ഓപ്ഷൻ 1. ഓക്കെ, പരിശോധന. ഇനി പരിശോധിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ അതിനുള്ള ചികിത്സ ആരംഭിക്കും. ഓക്കെ, ചികിത്സയുടെ ഓപ്ഷൻ 4. ഓക്കെ, ഇനി ചികിത്സിച്ചാൽ എന്ത് ചെയ്യുന്നു? അത് സുഖപ്പെടുന്നു, അസുഖം സുഖപ്പെടുന്നു. ഓക്കെ, അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ സുഖപ്പെടാം, അല്ലെങ്കിൽ അന്നത്തോടെ കാര്യത്തിൽ തീരുമാനമാവും. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, നമ്മളിപ്പോൾ തുടക്കം ആയതുകൊണ്ട് ഇങ്ങനെ എളുപ്പമുള്ളത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, ശരി. അടുത്ത രണ്ടാമത്തെ ചോദ്യം. താഴെ നൽകിയിരിക്കുന്ന പദങ്ങളെ യുക്തിക്കനുസൃതമായിട്ട് ക്രമീകരിക്കുക. ഓക്കെ, താഴെ തന്നിരിക്കുന്ന പദങ്ങളെ യുക്തിക്കനുസൃതമായിട്ട് ക്രമീകരിക്കുക. ഓക്കെ, ജനനം, മരണം, ശവസംസ്കാരം, വിവാഹം, വിദ്യാഭ്യാസം. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതുക. അതാണ് പരിപാടി. അപ്പോൾ ആദ്യം നമുക്ക് എന്താ പറയേണ്ടത്? ആദ്യം ജനനം. അടുത്ത രണ്ടാമത് എന്താ പറയേണ്ടത്? ജനനം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം, ഇല്ലേ? അവസാനത്തെ ഓപ്ഷൻ 5. അത് കഴിഞ്ഞു കഴിഞ്ഞാലോ ജനനം, വിദ്യാഭ്യാസം. അത് കഴിഞ്ഞാൽ അടുത്ത് വരേണ്ട ഓപ്ഷൻ 4 വിവാഹം. പിന്നീട് മരണം, അതല്ലേലും അങ്ങനെ തന്നെ, മരണം. പിന്നീട് ശവസംസ്കാരം. ഇങ്ങനെയാ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1, 5, 4, 2, 3 ആണ് ആൻസർ. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മൂന്നാമത്തത് ആൻസർ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും എന്നത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത നാലാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന പദങ്ങളെ യുക്തിക്കനുസൃതമായിട്ട് എന്ത് ചെയ്യുക? ക്രമീകരിക്കുക. വാക്കുകൾ, അക്ഷരം, പദം, വാചകം എന്നതാണ് ചോദ്യം. ഇവിടെ ആദ്യം വരേണ്ട അക്ഷരം. ഓക്കെ, അക്ഷരങ്ങൾ 2. ഓക്കെ, അക്ഷരമാണ് വരേണ്ടത് 2. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പദങ്ങൾ. അക്ഷരങ്ങൾ കൂടി ചേർന്നാൽ പദം ഉണ്ടാകും. പദങ്ങൾ. ഓക്കെ, വാക്കുകളല്ല വരേണ്ടത്, ശ്രദ്ധിക്കുക. അക്ഷരം, പദം. ഓക്കെ, അക്ഷരം, പദം. അത് കഴിഞ്ഞ് വാക്കുകൾ. വാക്കുകൾ കൂടി ചേർന്നാൽ വാചകമുണ്ടാകും. അത് 4ാമത്തെ ഓപ്ഷനായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് 1 എന്ന് പറയുന്നത് അക്ഷരം, 2 വരേണ്ടത് പദം, 3 വരേണ്ടത് വാക്കുകൾ, 4 വരേണ്ടത് വാചകം. വാചകമാണ് ഏറ്റവും അവസാനം വരേണ്ടത്. ഓക്കെ അല്ലേ? ശരി. ഇനി അടുത്ത ചോദ്യം. 5ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന പദങ്ങളെ യുക്തിക്കനുസൃതമായിട്ട് ക്രമീകരിക്കുക. ഓക്കെ,
ഇവിടെയുണ്ട് തവള, പരുന്ത്, പുൽച്ചാടി, പാമ്പ്, പുല്ല്. ഓക്കെ എടാ, അപ്പോൾ നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലോട്ടാ ഇതിൽ പോവേണ്ടതല്ലേ. അപ്പോൾ പുല്ല് ആദ്യം പറഞ്ഞു. പുല്ലെന്ന് പറയുന്നത് 5. 5. പുല്ലിനെ കഴിക്കാൻ എന്ത് വരും? പുൽച്ചാടി വരും. ഓക്കെ, പുല്ലിനെ കഴിക്കാൻ പുൽച്ചാടി വരും. പുൽച്ചാടി എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ. 5, 3. ഓക്കെ, പിന്നീട് പുൽച്ചാടിയെ കഴിക്കാൻ എന്ത് വരും? അത് തവള വരും ഇല്ലേ. തവളയെ കഴിക്കാൻ എന്ത് വരും? അത് പാമ്പ് വരും. പാമ്പ് എന്ന് പറയുന്ന നാലാമത്തെ ഓപ്ഷൻ. പാമ്പിന് കഴിക്കാനോ? അത് പരുന്ത് വരും. ഓക്കെ, 5, 3, 1, 4, 2 എന്നതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഓക്കെ എടാ, ഇതൊരു കുഞ്ഞു വീഡിയോയാണ്, കുഞ്ഞു ക്ലാസ് ആണ്. ഓക്കെ ഇതെടാ, ഇത് ടൈപ്പ് 1 ആണ്. ഈ സീരീസിലെ ടൈപ്പ് 1 ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് 2, 3, 4 ഒക്കെ പുറകെ നിന്ന് വരും. ഓക്കെ എടാ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നീട് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDF-കളെല്ലാം നമ്മളെ ടെലഗ്രാമിൻ്റെ ചാനലിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.